CBK സലീം യൂട്യൂബിലേക്ക് സ്വാഗതം. എൻ്റെ അനുജൻ്റെ ഫാമിലിയും എൻ്റെ മകളും മരുമകനും കൂടി മദ്രാസിൽ പോണ്ടിച്ചേരിയിലുമായി ഒരു ദിവസം ചുറ്റുവാനാണ് ഇന്നത്തെ ഉദ്ദേശം. ഞങ്ങൾ ആദ്യം പോയത് ചെമ്മൊഴി പൂങ്ക എന്ന് പറഞ്ഞ ഒരു ഗാർഡനിലേക്കാണ്. ടിക്കറ്റ് എടുത്ത് ഞങ്ങളെല്ലാവരും ഉള്ളിലേക്ക് പോകുന്നു. കുട്ടികളുടെ കളിസ്ഥലമാണ് ആദ്യം സന്ദർശിച്ചത്. അവിടെ കുറച്ചു നേരം കുട്ടികളുമായി ചിലവഴിച്ചു. എൻ്റെ ചെറുമകൻ ഫൈസി നന്നായി അത് ആസ്വദിച്ചു. ഉച്ചയ്ക്കുള്ള ഊണ് പാകം ചെയ്ത് ഞങ്ങൾ കരുതിയിരുന്നു. അപ്പോൾ അത് കഴിക്കലാണ് അടുത്ത ജോലി. അപ്പോഴേക്കും മഴ വന്നു. അതുകൊണ്ട് ഞങ്ങൾ ഗാർഡന് വീണ്ടും മുഴുവനായി കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി നേരെ പോണ്ടിച്ചേരിയിലേക്ക് വിട്ടു. മദ്രാസിൽ നിന്നും പോണ്ടിച്ചേരി പോകുന്ന വഴി ഞങ്ങൾക്ക് ഒരു ഉപ്പുപാടം കാണാൻ സാധിച്ചു. അവിടെ ഞങ്ങൾ കാറൊക്കെ നിർത്തി ഉപ്പുപാടത്തിലേക്ക് നടന്നു പോയി. കുറച്ച് നടക്കണം, ഒരു 100 മീറ്റർ നടന്നു പോയാൽ നമുക്ക് ഉപ്പുപാടം കാണാം. ഉപ്പുപാടം അങ്ങനെ വിശാലമായി കിടക്കുകയാണ്. വെള്ളമൊക്കെ വറ്റിച്ചിട്ട് അങ്ങനെ ഉപ്പുണ്ടാക്കുന്ന ഉപ്പുപാടങ്ങൾ. ഉപ്പിൻ്റെ കുന്നുകൾ അവിടെയായി അങ്ങനെ കൂട്ടിയിട്ടുണ്ട്. ഉപ്പുകൂനകൾ അങ്ങനെ ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. ഉപ്പുപാടം എല്ലാവരും ആദ്യമായി കാണുന്നത് കൊണ്ട് ഫാമിലി എല്ലാവരും തന്നെ അത് നന്നായി ആസ്വദിച്ചു. സെൽഫിയും ഫോട്ടോ എടുക്കലൊക്കെ അതിഗംഭീരമായി നടന്നു. അങ്ങനെ ഞങ്ങൾ ഉപ്പുപാടത്തു നിന്നും വിടവാങ്ങി നേരെ പോണ്ടിച്ചേരിയിലേക്ക് വിട്ടു. ഇപ്പോൾ ഞങ്ങൾ പോണ്ടിച്ചേരി ഫ്രഞ്ച് കോളനിയിലാണ്. നമുക്ക് ഫ്രഞ്ച് കോളനി കാണാം. എൻ്റെ പേരക്കുട്ടിയും ഫ്രഞ്ച് കോളനി നന്നായി ആസ്വദിക്കുന്നുണ്ട്. ഫ്രഞ്ച് കോളനിയിൽ നിന്നും ഞങ്ങളങ്ങനെ ബീച്ചിലേക്ക് നടന്നു കയറി. ബീച്ച് അതിവിശാലമാണ്. നമുക്ക് നടന്ന് മതിയാവും. അതിവിശാലമാണ്. പാം ജുമേര കഴിഞ്ഞാൽ ഏറ്റവും നീളം കൂടിയ ഒരു ബീച്ചാണ് ഈ പോണ്ടിച്ചേരി ബീച്ച്. ഇനി ഇവിടെ നമ്മൾ ബീച്ചിലൂടെയുള്ള ദൃശ്യങ്ങളാണ് കാണാൻ പോകുന്നത്. ഒരു ചരക്ക് കപ്പൽ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു. ചരക്ക് കപ്പൽ കാർഗോ ഇല്ലാത്തപ്പോൾ അത് വെള്ളം നിറച്ചാണ് ബാലൻസ് ചെയ്യുന്നത്. ചരക്ക് കയറ്റുന്ന സമയത്ത് വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യുന്നു. ഇവിടെ ഞങ്ങളൊരു ജപ്പാൻ ഫാമിലിയെ കണ്ടു. ജപ്പാൻ കുട്ടിയും നമ്മുടെ ഇന്ത്യൻ കുട്ടിയും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ. ജപ്പാൻ ഫാമിലിയുമായി ഒരു ഫോട്ടോഷൂട്ട്.
അങ്ങനെ എൻ്റെ പേരക്കുട്ടി ജപ്പാൻ കൂട്ടുകാരനുമായി സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ബീച്ചിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഗാന്ധിജിയുടെ ഒരു പോഡിയം ഉണ്ട്, അവിടെ നമുക്ക് ഇരുന്ന് ക്ഷീണം തീർക്കാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും ബീച്ചിലൂടെ മുന്നോട്ട്. അങ്ങനെ എൻ്റെ പേരക്കുട്ടി ആൾക്കാരെയൊക്കെ കണ്ട് പോണ്ടിച്ചേരി ബീച്ചിലൂടെ അങ്ങനെ മുന്നേറുകയാണ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൻ്റെ നടപ്പാതയിൽ നിന്നും കൽക്കെട്ടിലേക്ക് ഇറങ്ങി. പോണ്ടിച്ചേരി ബീച്ച് അതീവ സുന്ദരവും ഗംഭീര ആകർഷണവുമാണ് നമ്മൾക്ക് സമ്മാനിച്ചത്. അങ്ങനെ ഞങ്ങൾ ബീച്ച് ഇങ്ങനെ ആവോളം ആസ്വദിച്ചുകൊണ്ട് മദ്രാസിലേക്ക് മടങ്ങുകയാണ്. ഇനി ഹോട്ടലിൽ കയറി നല്ല ഒരു ഊണ് കഴിക്കണം, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അങ്ങനെ ഞങ്ങൾ മദ്രാസിലെ ഒരു ഹോട്ടലിൽ വന്ന് കേരള ഊണ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ കയറി. ആ ഹോട്ടലിലെ ഒരു ചുമർ ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഊണെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ മദ്രാസിലുള്ള മറ്റൊരു ബീച്ചിലേക്ക് തന്നെ പുറപ്പെടുകയാണ്. മദ്രാസിലെ മറീന ബീച്ചാണ് ഇപ്പോൾ നാം കാണുന്നത്. എൻ്റെ പേരക്കുട്ടി ഫൈസി കടൽ കണ്ട് ഒന്ന് ഭയന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവനങ്ങനെ നോർമലായി. അങ്ങനെ യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അടുത്ത യാത്രയിൽ കാണാം.